അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കഴിഞ്ഞ ക്ലാസ്സിൽ സൂറഹ് ബഖറ 231 ആയത്തിൻ്റെ പകുതി വെച്ചിട്ടാണ് നമ്മൾ അവസാനിപ്പിച്ചിരുന്നത്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് ബാക്കി വരുന്ന ഭാഗങ്ങൾ നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലാ തത്തഖിദൂ ആയാതില്ലാഹി ഹുസ്വാ واذكروا نعمة الله عليكم وما أنزل عليكم من الكتاب والحكمة يعظكم به واتقوا الله واعلموا أن الله بكل شيء عليم. വാവ് ഉച്ചരിക്കുന്ന സമയത്ത് ചുണ്ടുകളെ വട്ടത്തിൽ പിടിച്ചു കൊടുക്കുക കേട്ടോ. പല്ലിനെ ചുണ്ടിൽ തട്ടിക്കാതെ നോക്കുക. ലാമിൻ്റെ കൂടെ അലിഫ് മദ് വന്നിട്ടുണ്ട്. 2 കൗണ്ട് നീട്ടാൻ ശ്രദ്ധിക്കുക. തത്തഖിദൂ താക്ക് ശ്രദ്ധ വന്നിട്ടുണ്ട്. 2 അക്ഷരങ്ങൾ ഉച്ചരിക്കുന്ന കനം കൊടുക്കണം. ഹ ഇസ്തിഅലാൻ്റെ ലെറ്ററാണ്. പക്ഷേ ഇസ്തിഅലാൻ്റെ ലെറ്റേഴ്സിന് കെസ്റിയാവുന്ന സമയത്ത് നമ്മുടെ നാവിൻ്റെ ബാക്ക് നമുക്ക് കൂടുതലായിട്ട് മുകളിലേക്ക് പൊക്കാൻ കഴിയില്ല. അപ്പോൾ അക്ഷരത്തിൻ്റെ സൗണ്ടിനെ കറക്റ്റ് ആക്കാൻ നോക്കുക കേട്ടോ. ദാലിൻ്റെ കൂടെ മദ് വന്നിട്ടുണ്ട്. മദ്ദക്ഷരത്തിന് ശേഷം അടുത്ത വേർഡിലായിട്ടാണ് ഹംസ വന്നിട്ടുള്ളത്. മദ് ജായിസ് മുൻഫസിലാണ്. 2 or 4 കൊണ്ട് നീട്ടിയിട്ട് പാരായണം ചെയ്യുക കേട്ടോ. ഹംസയുടെ കൂടെ അലിഫ് മദ് വന്നു. 2 കൗണ്ട് നീട്ടി കൊടുക്കുക. യാ കൂടെ അലിഫ് സ്വൈറയാണ് വന്നിട്ടുള്ളത്. അവിടെയും നമ്മൾ 2 കൗണ്ട് വീതം നീട്ടാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അവ്വാ എന്നുള്ള നാമത്തിൻ്റെ മുന്നേ അക്ഷരത്തിന് കെസ്ര വന്നതുകൊണ്ട് അവ്വാ എന്നുള്ള നാമത്തിലെ ലാമിനെ താഴ്ത്തി ഉച്ചരിക്കുക. ലൈറ്റാക്കി കൊടുക്കുക കേട്ടോ. ആയാത്തില്ലാഹി എന്ന് ഓതരുത്. ആയാത്തില്ലാഹി ഹുസുവാ. സൈഡ് സൗണ്ടിന് അസ് തേനീച്ചയുടെ മൂളൽ പോലുള്ള സൗണ്ട് ഉണ്ടല്ലോ, അതിൽ നിന്ന് തന്നെ കൊണ്ടുവരിക കേട്ടോ. ഹുസുവാ. ഇവിടെ വഖഫിൻ്റെ ചിഹ്നമായിട്ടുള്ള ജീമ് വന്നിട്ടുണ്ട്. വഖഫും വസ്ലും നമുക്ക് അവിടെ അനുവദനീയമാണ്. ഇനി ഫതഹ തെൻവീനിൽ വഖഫ് ചെയ്യുന്ന സമയത്ത് ഇവിടെ മദ് ഇവളാക്കിക്കൊണ്ട് 2 കൗണ്ട് നീട്ടിയിട്ടാണ് വഖഫ് ചെയ്യേണ്ടത് കേട്ടോ. ഹുസുവാ അതുപോലെ വഖഫ് ചെയ്യാം. വദ്കുറൂ നിഅമതല്ലാഹ്. വാവ് ഉച്ചരിക്കുന്ന സമയത്ത് ചുണ്ടുകളെ വട്ടത്തിൽ പിടിച്ചു കൊടുക്കുക. ദാല് കൊൽക്കല ലെറ്റർ ഇല്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കട്ടോ. വദ്കുറൂ എന്ന് ഓതരുത്. വദ്കുറൂ അതുപോലെ ഓതാനായിട്ട് ശ്രദ്ധിക്കട്ടോ. റോ വമ്മയാണ്, ഉയർത്തിയിട്ട് ഉച്ചരിക്കണം. വാവും മദും കൂടെ വന്നിട്ടുണ്ട്. 2 കൗണ്ട് നീട്ടി കൊടുക്കുക. നിഅമതല്ലാഹ് അയിൻ കൊൽക്കല ലെറ്റർ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഹാഫ് സുക്കൂന് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അവ്വ എന്നുള്ള നാമത്തിൻ്റെ മുന്നേ അക്ഷരത്തിന് ഫതഹയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അവ്വ എന്നുള്ള നാമത്തിലെ ലാമിനെ ഉയർത്തിയിട്ട് ഉച്ചരിക്കുക കേട്ടോ. ഹ എന്നുള്ള അക്ഷരത്തിൻ്റെ സൗണ്ടിനെ വ്യക്തമാക്കി ഉച്ചരിക്കുക. ഹംസയുടെ സൗണ്ടായി പോവാതെ നോക്കുക കേട്ടോ. നിഅമതല്ലാഹി അലൈക്കും. അയനിൻ്റെ സൗണ്ടിനെ തൊണ്ടയുടെ മധ്യഭാഗത്ത് തന്നെ കൊണ്ടുവരിക. ഹംസയുടെ സൗണ്ടായി പോവാൻ ചാൻസ് ഉണ്ട്, ശ്രദ്ധിക്കുക കേട്ടോ. അലൈക്കും വമാ അൻസല അലൈക്കും. വാവ് ഉച്ചരിക്കുന്ന സമയത്ത് ചുണ്ടുകളെ വട്ടത്തിൽ പിടിച്ചു കൊടുക്കുക. മീമിൻ്റെ കൂടെ മദ് വന്നിട്ടുണ്ട്. മദ്ദക്ഷരത്തിന് ശേഷം ഹംസയാണ് അടുത്ത വേർഡിലായിട്ടാണ് ഹംസ വന്നിട്ടുള്ളത്. അപ്പോൾ മദ് ജായിസ് മുൻഫസിലാണ്. 2 or 4 കൊണ്ട് നീട്ടിയിട്ട് പാരായണം ചെയ്യുക കേട്ടോ. ഇവിടെ നൂൻ സാക്കിനയ്ക്ക് ശേഷം ഇഖ്ഫാൻ്റെ ലെറ്റർ ആയിട്ടുള്ള സായ് വന്നിട്ടുണ്ട്. നൂൻ സാക്കിനയെ മറച്ചു വെച്ചിട്ട് മണിച്ചോതി കൊടുക്കുക. നൂനിൻ്റെ സൗണ്ടിനെ ഇവിടെ വ്യക്തമായിട്ട് കേൾപ്പിക്കരുത്. ഒന്ന് ഹൈഡും ചെയ്യുക, അതോടൊപ്പം തന്നെ മണിക്കുകയും ചെയ്യുക കേട്ടോ. വമാ അൻസല അതുപോലെ ഓതാനായിട്ട് ശ്രദ്ധിക്കുക. അലൈക്കും മിനൽ കിതാബ്. അയിനിൻ്റെ സൗണ്ടിനെ തൊണ്ടയുടെ മധ്യഭാഗത്ത് തന്നെ കൊണ്ടുവരിക. ഇവിടെ മീം സാക്കിനയ്ക്ക് ശേഷം മീം തന്നെയാണ് വന്നിട്ടുള്ളത്. ഇദ്ഗാം ഷഫവിയാണ് വരുന്നത്. മീം സാക്കിനയുടെ നിയമത്തിലുള്ള ഇദ്ഗാം. സുക്കൂനായ മീമിനെ അടുത്ത മീമിലേക്ക് ലയിപ്പിച്ചിട്ട് ഉണ്ണയോടുകൂടി ഓതാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ലാം കൊൽക്കല ലെറ്റർ ഇല്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കുക. ത കൂടെ അലിഫ് സ്വൈറയാണ് വന്നിട്ടുള്ളത്. 2 കൗണ്ട് നീട്ടി കൊടുക്കുക കേട്ടോ. വൽഹിക്മതി യഅ്വുകും ബിഹ്. വാവ് ഉച്ചരിക്കുമ്പോൾ ചുണ്ടുകളെ വട്ടത്തിൽ പിടിച്ചു കൊടുക്കുക. പല്ലിനെ ചുണ്ടിൽ തട്ടിക്കാതെ നോക്കണേ. ഹ തൊണ്ടയുടെ മധ്യഭാഗത്തു നിന്നാണ് പുറപ്പെടുന്നത്. സൗണ്ടിനെ ക്ലിയർ ആക്കി കൊടുക്കുക. ഹ എന്നുള്ള അക്ഷരത്തിൻ്റെ സൗണ്ടായി പോവാതെ നോക്കുക കേട്ടോ. തൊണ്ടയുടെ അവസാനത്തു നിന്നും പുറപ്പെടുന്ന ഹ എന്നുള്ള അക്ഷരത്തിൻ്റെ സൗണ്ടും ഹ എന്നുള്ള അക്ഷരത്തിൻ്റെ സൗണ്ടും ഒന്നാവാതെ നോക്കാം, ശ്രദ്ധിക്കുക. കാഫ് സുക്കൂനാവുന്ന സമയത്ത് കുറച്ച് എയർ പാസ് ചെയ്യുന്ന സൗണ്ട് കൊടുക്കുക കേട്ടോ.
വൽ ഹിക്മ, ഹിക്മ അതുപോലെ കട്ട് ചെയ്തിട്ട് ഉച്ചരിക്കും വേണം. എയർ പാസ് ചെയ്യണ സൗണ്ടും കൊടുക്കുക. വൽ ഹിക്മത്ത്, കാഫ് കൊൽക്കല ലെറ്ററല്ലോ, അപ്പോൾ ഹാഫ് സുക്കൂന് കൊടുക്കുക, അതിൻ്റെ കൂടെ എയർ പാസ് ചെയ്യണ സൗണ്ടും കൊടുക്കുക കേട്ടോ. വൽ ഹിക്മത്തി യഅവുകും ബിഹ്, അണിൻ്റെ സൗണ്ടിന് തൊണ്ടയുടെ മധ്യഭാഗത്ത് നിന്ന് തന്നെ കൊണ്ടുവരിക. വ ഇസ്തിഅലാഇൻ്റെയും ഇത്ബാക്കിൻ്റെയും ലെറ്ററാണ്. അപ്പോൾ നാവിൻ്റെ മുഴുവൻ ഭാഗങ്ങളും മുകളിലേക്ക് ഉയർത്തിയിട്ട് തഫ്ഹീം ചെയ്യുക. മഖ്റജ് വരുന്നത് നമ്മുടെ നാവിൻ്റെ അറ്റവും മേലെ മുൻപല്ലിൻ്റെ അറ്റവും ചേർന്നിട്ടാണ്. ശ്രദ്ധിക്കുക കേട്ടോ. മീം സാക്കിനയ്ക്ക് ശേഷം ഇഖ്ഫാൻ്റെ ലെറ്ററായിട്ടുള്ള ബാ വന്നു. മീം സാക്കിനയുടെ നിയമത്തിലുള്ള ഇഖ്ഫ ഉഷഫവി. അപ്പോൾ ഇവിടെ മീം സാക്കിനയെ മറച്ചു വെച്ചിട്ട് മണിച്ചോടി കൊടുക്കുക കേട്ടോ. യഅവുകും ബിഹ്, ഇവിടെ വഖഫിൻ്റെ ചിഹ്നമായിട്ടുള്ള ജീമ വന്നിട്ടുണ്ട്. വഖഫും വസ്ലും നമുക്കവിടെ അനുവദനീയമാണ്. ഇനി വഖഫ് ചെയ്യുമ്പോൾ നമ്മൾ ഹാക്ക് സുക്കൂന് കൊടുത്തിട്ട് വഖഫ് ചെയ്യുക കേട്ടോ. യഅവുകും ബിഹ് അതുപോലെ വാവ് ഉച്ചരിക്കുമ്പോൾ ചുണ്ടുകളെ വട്ടത്തിൽ പിടിച്ചു കൊടുക്കുക. താക്ക് ശ്രദ്ധ വന്നിട്ടുണ്ട്. രണ്ടക്ഷരങ്ങൾ ഉച്ചരിക്കുന്ന കനം കൊടുക്കണം. ഖാഫ് ഇസ്തിഅലാൻ്റെ ലെറ്ററാണ്, ഉയർത്തിയിട്ട് ഉച്ചരിക്കുക കേട്ടോ. വാമദ് കൂടെ വന്നിട്ടുണ്ട്, പക്ഷെ നമ്മൾ കൂട്ടി ഓതുമ്പോൾ വാമദിനെ കട്ട് ചെയ്തിട്ട് ഉച്ചരിക്കുക. ഹംസത്തുൽ വസ്ൽ വന്നല്ലോ, ഹംസത്തുൽ വസ്ലിന് മുന്നേ ഏത് മദ് വന്നാലും നമ്മൾ കട്ട് ചെയ്തിട്ട് ഉച്ചരിക്കുക കേട്ടോ. ഇനി അവ്വ എന്നുള്ള നാമത്തിൻ്റെ മുന്നിലെ അക്ഷരത്തിന് വൊമ്മയാണ് വന്നിട്ടുള്ളത്, ഖാഫിന് വൊമ്മ. അപ്പോൾ നമ്മൾ അവ്വ എന്നുള്ള നാമത്തിലെ ലാമിനെ ഉയർത്തിയിട്ട് ഉച്ചരിക്കുക. വഅലമൂ അന്നല്ലാഹ്, വാവ് ഉച്ചരിക്കുന്ന സമയത്ത് ചുണ്ടുകളെ വട്ടത്തിൽ പിടിച്ചു കൊടുക്കുക. ഐൻ കൊൽക്കല ലെറ്ററില്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കുകയും ചെയ്യുക. ഐനിൻ്റെ സൗണ്ടിനെ തൊണ്ടയുടെ മധ്യഭാഗത്ത് തന്നെ കൊണ്ടുവരാനും ശ്രദ്ധിക്കുക കേട്ടോ. മീമിൻ്റെ കൂടെ മദ് വന്നു. മദ്ദക്ഷരത്തിന് ശേഷം അടുത്ത വേർഡിലായിട്ടാണ് ഹംസ വന്നിട്ടുള്ളത്. മദ് ജായിസ് മുൻഫസിലാണ്. 2 4 കൗണ്ട് നീട്ടി പാരായണം ചെയ്യുക കേട്ടോ. നൂനിന് ശ്രദ്ധ വന്നു. അഖ്മൽ ഉന്നനാണ്, നന്നായിട്ട് മണിച്ചു കൊടുക്കുക. അവ്വ എന്നുള്ള നാമത്തിൻ്റെ മുന്നിലെ അക്ഷരത്തിന് ഫതഹയാണല്ലോ. അവ്വ എന്നുള്ള നാമത്തിൻ്റെ മുന്നേ അക്ഷരത്തിന് ഫതഹ് വന്നു. അപ്പോൾ അവ്വ എന്നുള്ള നാമത്തിലെ ലാമിനെ ഉയർത്തിയിട്ട് ഉച്ചരിക്കുക. ബികുല്ലി ഷൈഇൻ അലീം, ലാമിന് ശ്രദ്ധ വന്നിട്ടുണ്ട്. 2 അക്ഷരങ്ങൾ ഉച്ചരിക്കുന്ന കനം കൊടുക്കണം. മണിക്കാതെ ഓതാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ബികുല്ലി എന്ന് പറഞ്ഞിട്ട് മണിച്ചിട്ട് ഓതരുത്. ബികുല്ലി ഷൈഇൻ അലീം. ഇവിടെ ഹംസക്ക് കെസ്ര തെൻവീനാണ് വന്നിട്ടുള്ളത്. തെൻവീനിന് ശേഷം ഇവഹാറിൻ്റെ ലെറ്ററായിട്ടുള്ള ഐന് വന്നു. അപ്പോൾ തെൻവീനിലുള്ള നൂനിൻ്റെ സൗണ്ടിനെ വ്യക്തമായിട്ട് കേൾപ്പിക്കുക. ഷെയ് ഇൻ, നൂനിൻ്റെ സൗണ്ടിന് വ്യക്തമായിട്ട് കേൾക്കണം. ഷെയ് ഇൻ അലീം, ഇവിടെ ഇവഹാറാണ് നിയമം വരുന്നിട്ടുണ്ടോ. ഐനിൻ്റെ സൗണ്ടിനെ തൊണ്ടയുടെ മധ്യഭാഗത്ത് നിന്ന് തന്നെ കൊണ്ടുവരിക. ഇനി അവസാനത്തിൽ മദ് ആറ് സുക്കൂനിൽ വഖഫ് ചെയ്യുമ്പോൾ 2 4 6 കൗണ്ട് വീതം നീട്ടി വഖഫ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.